മധുവിധു ആഘോഷിക്കാനെത്തിയ ഇൻഡോർ സ്വദേശിയായ രാജ രഘുവംശി എന്ന 28 വയസ്സുകാരൻ മേഘാലയയിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ചുരുളഴിയുന്നത് ക്രൂരതയുടെയും വഞ്ചനയുടെയും ഞെട്ടിക്കുന്ന കഥയാണ്. കേസിന്റെ ഓരോ ഘട്ടവും ഇന്ത്യൻ സമൂഹത്തെ ആകാംക്ഷയോടെയും ദുഃഖത്തോടെയും ഉറ്റുനോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. കേസിൽ രാജയുടെ ഭാര്യ സോനം രഘുവംശി കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരയാണെന്ന് പോലീസ് കണ്ടെത്തിയതോടെ കുടുംബ ബന്ധങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ്. രാജയും സോനവും മെയ് 10-നാണ് വിവാഹിതരായത്. നവദമ്പതികളായ അവർ മെയ് 21-ന് തങ്ങളുടെ സ്വപ്നതുല്യമായ മധുവിധുവിനായി മേഘാലയയിലേക്ക് പുറപ്പെട്ടു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ആസ്വദിച്ച് മടങ്ങാമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. എന്നാൽ മെയ് 23-ന് ദമ്പതികളെ കാണാതാവുകയും ജൂൺ 2-ന് ചിറാപുഞ്ചിയിലെ ഒരു വെള്ളച്ചാട്ടത്തിനടുത്ത് രാജയുടെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. തലയ്ക്ക് ആഴത്തിലുള്ള മുറിവുകളേറ്റ നിലയിലായിരുന്നു മൃതദേഹം. രാജയുടെ സ്വർണ്ണാഭരണങ്ങളും പണവും സംഭവ സ്ഥലത്ത് നിന്ന് കാണാതായിരുന്നു. പ്രാഥമികമായി ഇതൊരു കൊള്ളയ്ക്ക് വേണ്ടിയുള്ള കൊലപാതകമാണെന്ന് സംശയിച്ചെങ്കിലും പോലീസ് അന്വേഷണം പുരോഗമിച്ചപ്പോൾ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുകയായിരുന്നു. രാജയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പോലീസ് ആദ്യം ശ്രദ്ധിച്ചത് സോനത്തെയായിരുന്നു. കാണാതായതിനു ശേഷം സോനത്തെയും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ സോനം ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ വെച്ച് സ്വയം പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. പിന്നീട് നടന്ന ചോദ്യം ചെയ്യലുകളിൽ സോനത്തിന്റെ മൊഴിയിൽ സംശയങ്ങൾ ഉടലെടുത്തു. ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ സോനം ഇൻഡോർ സ്വദേശിയായ രാജ് കുശ്വാഹ എന്ന യുവാവുമായി നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തി. രാജ് കുശ്വാഹ സോനത്തിന്റെ പിതാവിന്റെ പ്ലൈവുഡ് ഫാക്ടറിയിലെ ജീവനക്കാരനായിരുന്നു. കൂടുതൽ അന്വേഷണത്തിൽ സോനവും രാജ് കുശ്വാഹയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് രാജയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടെന്ന ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നിരിക്കുകയാണ്. വിവാഹത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ ക്രൂരമായ പദ്ധതി ആസൂത്രണം ചെയ്തെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. പോലീസ് വെളിപ്പെടുത്തിയ വിവരങ്ങൾ അനുസരിച്ച് കൊലപാതകത്തിന്റെ ഓരോ ഘട്ടവും വളരെ ആസൂത്രിതമായിരുന്നു. സോനമാണ് മധുവിധുവിനായി മേഘാലയ തിരഞ്ഞെടുക്കാൻ രാജയെ നിർബന്ധിച്ചത്. യാത്രയ്ക്കായി സോനം രാജയിൽ നിന്ന് വലിയൊരു തുക കൈപ്പറ്റിയിരുന്നു. എന്നാൽ ഇവർക്ക് മടക്ക ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിരുന്നില്ല. രാജ വലിയ തോതിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ധരിക്കണമെന്നും സോനം നിർബന്ധിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. മേഘാലയയിലേക്കുള്ള യാത്രയിലുടനീളം സോനം തന്റെ ലൈവ് ലൊക്കേഷൻ രാജ കുശ്വാഹയുമായി പങ്കുവച്ചിരുന്നു. ഇത് വാടക കൊലയാളികൾക്ക് രാജയും സോനത്തെയും പിന്തുടരാൻ സഹായകമായി. രാജ കുശ്വാഹയുടെ നേതൃത്വത്തിൽ ആകാശ് രാജ്പുത്ത്, വിശാൽ സിംഗ് ചൗഹാൻ, ആനന്ദ് കുർമി എന്നീ 3 പേരെ രാജയെ കൊലപ്പെടുത്താൻ വാടകയ്ക്കെടുത്തുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇവർ 3 പേരും മേഘാലയയിലേക്ക് യാത്ര ചെയ്യുകയും രാജ് കുശ്വാഹ ഇൻഡോറിൽ നിന്ന് കൊലപാതകം ഏകോപിപ്പിക്കുകയും ചെയ്തു. മെയ് 23-ന് ദമ്പതികൾ ചിറാപുഞ്ചിയിലെ ഒരു വെള്ളച്ചാട്ടത്തിനടുത്ത് സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ ഈ 3 പേരും അവരെ പിന്തുടർന്നു. പിന്നീട് രാജയെ ആക്രമിക്കുകയും തലയ്ക്ക് മഴുകൊണ്ട് വെട്ടിക്കൊല്ലുകയുമായിരുന്നു. രാജയുടെ മൃതദേഹം ഒരു കൊക്കയിലേക്ക് തള്ളിവിടുകയും ചെയ്തു. മൃതദേഹത്തിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കുകയും ചെയ്തു. ആദ്യം സാധാരണ മോഷണ ശ്രമത്തിനിടെയുള്ള കൊലപാതകമായി തോന്നിച്ച കേസിൽ ഒരു പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡ് നൽകിയ നിർണായക വിവരമാണ് പോലീസിന് തുമ്പായത്. മെയ് 23-ന് ദമ്പതികളെ 3 അജ്ഞാതരായ പുരുഷന്മാരോടൊപ്പം കണ്ടുവെന്ന് ഇയാൾ പോലീസിനെ അറിയിച്ചു. കൂടാതെ സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച ഒരു മഴുവും പോലീസിന്റെ സംശയം ബലപ്പെടുത്തി. കാരണം മേഘാലയയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ആയുധമായിരുന്നില്ല അത്. പിന്നീട് സോനത്തിന്റെ ഫോൺ രേഖകൾ വിശദമായി പരിശോധിച്ചപ്പോൾ രാജ കുശ്വാഹയുമായുള്ള നിരന്തര സമ്പർക്കം തെളിഞ്ഞു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും സോനം ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. രാജയുടെ കുടുംബം ഈ ക്രൂരമായ കൊലപാതകത്തിൽ ആഴത്തിൽ ദുഃഖിതരാണ്. തങ്ങളുടെ മകനെ വഞ്ചിച്ച സോനത്തിന് ഏറ്റവും കഠിനമായ ശിക്ഷ, വധശിക്ഷ പോലും നൽകണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾക്ക് നീതി വേണം, ഞങ്ങളുടെ മകന്റെ ഘാതകർക്ക് വധശിക്ഷ ലഭിക്കണമെന്നാണ് രാജയുടെ മാതാപിതാക്കൾ വിതുമ്പിക്കൊണ്ട് പറയുന്നത്. എന്നാൽ സോനത്തിന്റെ പിതാവ് തന്റെ മകൾ നിരപരാധിയാണെന്ന് ശക്തമായി വാദിക്കുകയാണ്. മേഘാലയ പോലീസ് തെറ്റായ രീതിയിൽ കേസ് അന്വേഷിക്കുകയാണെന്നും തെളിവുകൾ കെട്ടിച്ചമയ്ക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഈ കേസിൽ സത്യം പുറത്തുവരാൻ ഒരു CBI അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവം ഇന്ത്യൻ സമൂഹത്തിന് വളരെ വലിയ ആശങ്കകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ പോലും വഞ്ചനയും ക്രൂരതയും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നു. സാമ്പത്തിക ലാഭത്തിനും അവിഹിത ബന്ധങ്ങൾക്കും വേണ്ടി സ്വന്തം ജീവിത പങ്കാളിയെ ഇല്ലാതാക്കാൻ പോലും മടിക്കാത്ത ഇത്തരം പ്രവണതകൾ സമൂഹത്തിൽ വളരുന്നതിനെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കുന്നു. കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. അറസ്റ്റിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. രാജയുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ ഈ കേസ് ഇന്ത്യൻ സമൂഹം ഉറ്റുനോക്കുക തന്നെ ചെയ്യും.